ഈദിൻ്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സന്തോഷവും എൻ്റെ ഫേസിൽ കാണാനില്ല കേട്ടോ. കാരണം നൈറ്റ് ഷിഫ്റ്റിന് ശേഷമുള്ള കണ്ടിന്യൂസ് വർക്കും ഷോപ്പിങ്ങും ക്ലീനിങ്ങും സെൽഫ് കെയറും എല്ലാം കൂടി ആയിട്ട് ഉറക്കം ശരിയാവാതെ വല്ലാത്തൊരു മൈഗ്രെയിൻ എന്നെ കയറി പിടിച്ചു. ഞാനൊരു മൈഗ്രെയിൻ ഗേളാണ് കേട്ടോ. അപ്പോൾ ഇതാ എങ്ങനെയൊക്കെയോ പറ്റുന്ന പോലെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ എൻ്റെ തല പൊങ്ങിയതൊന്ന്. പിന്നെ നമ്മുടെ ഈദല്ലേ, ഇന്നത്തെ ദിവസം എങ്ങനെ മെമ്മറബിൾ ആക്കാതിരിക്കുന്നത്. പറ്റുന്ന പോലെ ഞാനിതാ ഓരോരോ കാര്യത്തിലോട്ട് അങ്ങ് കടന്നു. ഓൾറെഡി ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരുന്നു. ഇടയ്ക്ക് എഴുന്നേക്കും, ഇടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്ക് എഴുന്നേക്കും. 4 മണിക്കും 6 മണിക്കൊക്കെ എഴുന്നേറ്റ് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ ഒരു കുറവുമില്ല. പിന്നെ എൻ്റെ റൂംമേറ്റ്സിനെ കൊണ്ട് ഡൈനപ്പാറിന് ഇഞ്ചക്ഷൻ എടുപ്പിച്ചപ്പോഴാണ് ഒന്നൊന്ന് ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ചെറിയൊരു മാറ്റം എനിക്ക് വന്നത്. മൈഗ്രെയിൻ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. മൈഗ്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വോമിറ്റിംഗ് സെൻസേഷനും അതുപോലെ ലൈറ്റ് നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരിക, ഇങ്ങനെയൊക്കെ അലമ്പായിപ്പോയി ആ ഒരു ദിവസം. ബട്ട് എന്നാലും ഒരു 12 മണിയൊക്കെ ആയപ്പം ഞാൻ എന്നെ തന്നെ അങ്ങ് ഓക്കെ ആക്കി ഓരോ കാര്യങ്ങളോട്ടും കടന്നു. അപ്പോൾ ആദ്യം ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കസ്റ്റർഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഹോസ്പിറ്റലിലോട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓപ്ഷനിൽ വെച്ചത് ഒന്ന് പായസവും ഒന്ന് ഫ്രൂട്ട്സ് കസ്റ്റർഡും ആയിരുന്നു. അപ്പോൾ ഈ റീസെൻ്റ്ലി ഞാൻ നോമ്പിൻ്റെ സമയത്തൊക്കെ ഫ്രൂട്ട് കസ്റ്റർഡിൻ്റെ വീഡിയോ ഇട്ടപ്പം അത് കണ്ടപ്പോൾ മോസ്റ്റ് ആൾക്കാരും പറഞ്ഞത് ഫ്രൂട്ട്സ് കസ്റ്റർഡാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈദിൻ്റെ വൈബൊക്കെ ഞാൻ ഈ അപ്പൂനോട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവളെപ്പോഴും പറയും അവളുടെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ ആരും മുസ്ലിംസ് ഇല്ല, അങ്ങനെ അവൾ ആരും ഇതുവരെ മുസ്ലിംസിൻ്റെ കല്യാണം കണ്ടിട്ടില്ല, ഈദിന് പെരുന്നാളിനെ കുറിച്ചും വലിയൊരു ഐഡിയ ഇല്ലാന്ന്. അപ്പം നമ്മളിങ്ങനെ ഓരോ വൈബും നാട്ടിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ നന്നായിട്ട് ത്രില്ലടിച്ച് തുടങ്ങി. അങ്ങനെ ഇതാ കസ്റ്റർഡിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇതുവരെ 500 ml ഒരു മിൽക്കിൻ്റെ പാക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് 2.5 ലിറ്റർ വെച്ച് ഉണ്ടാക്കുമ്പോൾ എനിക്കതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ജസ്റ്റ് ഒന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചൊക്കെ ചെയ്യുന്നത്, ഇത്രയും പാക്കറ്റിന് ഞാൻ ഇത്ര സ്പൂൺ പൊടിയെടുത്താൽ ഇത്രയും പാക്കറ്റിന് ഇത്രയും വേണം, അങ്ങനെയുള്ള കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തായാലും ഉണ്ടാക്കി വന്നപ്പോൾ സെറ്റായി. അപ്പോൾ പിന്നെ അവൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടി എളുപ്പമായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഏകദേശം ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാനുള്ള സമയമായപ്പം നോമ്പിന് വാങ്ങി വെച്ചൊരു സമൂസയുടെ ഷീറ്റിൻ്റെ പാക്കറ്റ് മിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് വേസ്റ്റ് ചെയ്യണ്ട, ഇനിയിപ്പോൾ ആരും ഉണ്ടാക്കാനാ, അതെന്തായാലും ഇങ്ങനെ ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കി തീർക്കാമെന്ന്. അപ്പോൾ ഓൾറെഡി ചിക്കൻ ആണെങ്കിൽ ഇന്നലെ പെരുന്നാളിൻ്റെ തലേ ദിവസം സൺഡേ ആയിരുന്നല്ലോ, സൺഡേ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയ ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു. അന്ന് ഹെഡേക്ക് ആയതുകൊണ്ട് രാത്രി ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ബട്ടർ ചിക്കനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതിനകത്തുള്ള ചിക്കൻ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ മസാല ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട്. പിന്നെ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് കൈ വഴങ്ങാത്തതുകൊണ്ട് എങ്ങനെ മടക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നേ. പിന്നെ ഇതാ സെറ്റാക്കി അങ്ങനെ സമൂസ ഉണ്ടാക്കി. അപ്പോൾ ലഞ്ചിന് എന്തായാലും സമൂസ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഡിന്നർ ആകുമ്പോഴത്തേനും തലവേദനയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി ഒന്ന് സെറ്റായിട്ട് വേണം ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ച് പൊളിച്ച് പുറത്ത് പോയിട്ട് വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് നല്ലൊരു ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഈദിൻ്റെ വൈബോടുകൂടി നല്ലൊരു ഡിന്നർ, ഒരു ബിരിയാണി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് സമൂസ എല്ലാം ഒതുക്കി. പിന്നെ ഇതാ ഉണ്ടാക്കി ഷീറ്റ് ഒരുപാട് ബാക്കി വന്നപ്പോൾ 2 ഷീറ്റ് വെച്ച് ഞാനിങ്ങനെ പപ്സ് പോലെയൊക്കെ മടക്കി എടുത്തിട്ടൊക്കെ കുറച്ച് ഉണ്ടാക്കി. അതുകൊണ്ട് പെട്ടെന്ന് സംഭവം അങ്ങോട്ട് ഫിനിഷായി. അല്ലെങ്കിലും ഞാനൊന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ട് എന്നെ കിച്ചണിനകത്ത് കൊണ്ടിട്ടാൽ മതി. എനിക്കറിയത്തില്ല, ഫുഡ് ഉണ്ടാക്കുന്നതും കഴിപ്പിക്കുന്നതും ഒക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ റൂം മേക്ക് ഓവർ ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഓരോ സാധനങ്ങൾ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതും അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര റീഫ്രഷിങ് ഫീൽ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ഞാൻ ഇച്ചിരി തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തണുത്ത് സെറ്റായപ്പോൾ കേട്ടോ അതിനകത്ത് ഫ്രൂട്ട്സ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല കുഞ്ഞായിട്ട് തന്നെ അപ്പു നല്ല അടിപൊളിയായിട്ട് മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഓരോന്ന് മുറിക്കും തോറും ഞാനത് മിക്സാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി അതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചു. ഈവനിങ്ങിൽ സെറ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനിടയ്ക്ക് ഞാനൊന്ന് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഒരുങ്ങി കുറച്ച് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി ഇരുട്ടായിരുന്നു, വെളിയിൽ വെട്ടമൊന്നുമില്ലായിരുന്നു. എന്നാലും ഓക്കെ, ഉള്ള വെളിച്ചം കൊണ്ട് നമ്മൾ സെറ്റാക്കി. തലവേദന വന്നതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ കളറാക്കിയതിനെ ഇതിലും കൂടുതൽ. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ഇട്ടുകൊണ്ട് തന്നെ നല്ലതായിട്ട് ചൂടെടുക്കുമായിരുന്നു. പെട്ടെന്ന് വേറൊരു ഔട്ട്ഫിറ്റും മാറ്റി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല അടിപൊളി ഒരു ഡിന്നറും കഴിച്ചു. അപ്പോൾ ഇതിന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തിടാം, കസ്റ്റഡിൻ്റെ വീഡിയോ ലിങ്ക് ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ ഈദിൻ്റെ ഒരു ദിവസം മുന്നേ ഞാൻ മൊത്തത്തിലൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേഷ്യലും മെനിക്യൂറും പെഡിക്യൂറും എല്ലാം, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലിങ്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവണം കണ്ടു നോക്കണേ. അപ്പോൾ ഇഷ്ടമാവണ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.